ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. അക്കാലത്ത് ഒരു നിയമജ്ഞൻ യേശുനാഥനോട് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിക്കുകയും അവിടുന്ന് ഏറ്റവും പ്രധാനമായത് എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്നേഹിക്കണമെന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ കൽപ്പന തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളതും അതിനോടൊപ്പം ചേർന്ന് പോകുന്ന കൽപ്പനയാണെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇത് കേൾക്കുന്ന നിയമജ്ഞൻ അതിനോട് ചേർത്ത് വെച്ച് പറയുന്നുണ്ട്, അതെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്, എല്ലാ യാഗങ്ങളെക്കാളും ഏറ്റവും വലുത് ഈ 2 കൽപ്പനകളും പാലിക്കുന്നതാണ്. ഇത് കേട്ടിട്ട് യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, നീയും വളരെ ശരിയായി തന്നെ പറയുന്നുണ്ട്, അപ്പം നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. യേശുനാഥൻ ഈ തന്നെ കേൾക്കുന്ന താൻ പറഞ്ഞ ഉത്തരത്തോട് പ്രത്യുത്തരിച്ച ആ മനുഷ്യനോട് പറഞ്ഞ വാക്കുകൾ ഈ തപസ്സുകാലത്ത് നമ്മൾ മനസ്സിരുത്തി ധ്യാനിക്കേണ്ടതാണ്. കാരണം യേശുനാഥൻ പറയുന്നുണ്ട്, നിനക്ക് കൽപ്പന അറിയാവുന്നത് കൊണ്ട് നീ ദൈവരാജ്യത്തിന് അകലെയല്ല. അപ്പോൾ എന്താണ് യേശുനാഥൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ കൽപ്പന കേൾക്കുന്നതോ മനസ്സിൽ വെക്കുന്നതോ മാത്രമല്ല, ആ കൽപ്പന ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. നീ കൽപ്പന അറിയുമ്പോൾ നീ ദൈവരാജ്യത്തിൻ്റെ അടുക്കലെത്തിയിട്ടുണ്ട്. എന്നാൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഇത് ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ്. അപ്പോൾ കേൾക്കുകയോ മനസ്സിൽ വെച്ചിരിക്കുകയോ ചെയ്യുന്ന കൽപ്പനയെക്കുറിച്ചല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ചാണ് യേശുനാഥൻ പഠിക്കുന്നത്. ഈ കൽപ്പനയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു നോമ്പ് കാലത്ത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. അതിൻ്റെ ഏറ്റവും പ്രാരംഭ്യമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, തപസ്സുകാലത്ത് നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മങ്ങൾ. അപ്പോൾ ഈ പ്രാർത്ഥന ദൈവത്തോട് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ഞാനും ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് പ്രാർത്ഥന. എല്ലാറ്റിനുപരിയായി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവവുമായി ആയിരിക്കുന്നതിന് ഞാൻ കണ്ടെത്തുന്ന വഴിയാണ് പ്രാർത്ഥന. എപ്പോഴും ദൈവാഭിമുഖമായി ജീവിക്കാൻ എന്നെ സഹായിക്കുന്നതാണത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്ന കാര്യം. 2, ഉപവാസം. ഈ തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നതിൽ തന്നെ സ്നേഹിക്കണമെന്നുള്ളൊരു കൽപ്പനയുണ്ട്. കാരണം ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവ ഛായ പേറുന്ന മനുഷ്യരാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന തിന്മകളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ ഉപവാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തോട് എന്നോട് തന്നെ ഞാൻ എടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. 3, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സത്പ്രവൃത്തികൾ. അതായത് ഞാൻ സഹജീവികളോട് കാണിക്കുന്ന ഒരു പുണ്യമാണ് ഈ ദാനധർമ്മം എന്ന് പറയുന്നത്. അതാണ് കൽപ്പനയിലെ 2-ാം ഭാഗത്ത് തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരനെ സ്നേഹിക്കുന്നതാണ്, ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഞാൻ ചെയ്യുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും. അപ്പോൾ ഈ കൽപ്പനയിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. യേശുനാഥൻ പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ്. ഇത് കേൾക്കുന്നൊരു യഹൂദനെ സംബന്ധിച്ച് അയൽക്കാരൻ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഒരു യഹൂദനാണ്. യഹൂദനല്ലാത്തവരൊന്നും അവർ ആൾക്കാരെ കാണിക്കുന്നില്ല. പക്ഷേ യേശുനാഥൻ്റെ പഠനം വിശാലമാണ്. അവിടത്തെ സംബന്ധിച്ച് നിൻ്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് ഈ ഓരോ സഹജീവിയും നിൻ്റെ അയൽക്കാരനാണ്. അതൊരു മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അവിടുത്തെ പഠനം അനുസരിച്ച് ആ സഹജീവികളെന്ന് പറയുന്നത് ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും പെടുന്നുണ്ട്. അത് പക്ഷി മൃഗാദികളും ജന്തുജീവജാലങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവരോടെല്ലാം സഹാനുഭൂതിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ ദാനധർമ്മങ്ങളും എൻ്റെ സത്കർമ്മങ്ങളും ഈ ജീവജാലങ്ങളെല്ലാം സ്നേഹിക്കുന്നതായി മാറണം. അപ്പോഴാണ് ഞാൻ പൂർണ്ണമായി ഈ കൽപ്പന പാലിക്കുന്ന മനുഷ്യരാണ്. ഈ കൽപ്പന പൂർണ്ണമായി കുറച്ചും കൂടെ വ്യക്തമായി ധ്യാനിക്കുന്നതിനും പാലിക്കുന്നതിനും വേണ്ടിയാണ് നോമ്പ് കാലത്ത് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമാകുമ്പോഴാണ് ദൈവിക കൽപ്പനകൾ പൂർണ്ണമാകുന്നതും ദൈവത്തോട് ഞാൻ കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് കുറച്ചും കൂടി ധ്യാനാത്മകമായി ഈ ജീവിതത്തെ, യേശുനാഥൻ പഠിപ്പിച്ചു തന്ന ഈ ജീവിതചര്യയെ, ഈ നിയമത്തെ ജീവിതത്തിൽ പാലിക്കുവാനും അതുവഴി അവിടത്തോട് കൂടുതൽ അനുരൂപപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.